ഓം ശാന്തി. 23/10/70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം: മഹാരഥി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം. रूहानी ड्रिल आती है, ड्रिल में क्या करना होता है? ബാബ്ദാദ ചോദിക്കുകയാണ്, ആത്മീയ ഡ്രിൽ അറിയാമോ? ഡ്രില്ലിൽ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഡ്രിൽ അർത്ഥാത് ശരീർ കോ ജഹാം ചാഹേ വഹാം മോഡ് സകേ. ഡ്രിൽ എന്ന് പറയുമ്പോഴർത്ഥം ശരീരത്തെ എവിടെ ആഗ്രഹിക്കുന്നു അവിടെ മോൾഡ് ചെയ്യാൻ കഴിയുക, അഡ്ജസ്റ്റ് ചെയ്യുക. और रूहानी ड्रिल अर्थात रूह को जहाँ जैसे और जब चाहे वहाँ स्थित कर सके, अर्थात अपनी स्थिति जैसे चाहे वैसी बना सके. इसको कहते हैं रूहानी ड्रिल. ആത്മീയ ഡ്രിൽ അർത്ഥം ആത്മാവിനെ എവിടെ, എങ്ങനെ, എപ്പോൾ ആഗ്രഹിക്കുന്നു അവിടെ സ്ഥിതി ചെയ്യിക്കാൻ കഴിയണം. അർത്ഥം തൻ്റെ സ്ഥിതിയെ എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ ആക്കാൻ കഴിയണം. ഇതിനെയാണ് പറയുന്നത് ആത്മീയ ഡ്രിൽ. ജൈസെ സേനാക്കോ मार्शल व ड्रिल मास्टर जैसे इशारा देते हैं वैसे ही करते हैं. അപ്പം ബാബ സാധാരണ സ്ഥൂലമായിട്ടുള്ള സൈനികർക്കും എങ്ങനെയാണോ മാർഷൽ അഥവാ മാസ്റ്റർ, ഡ്രിൽ മാസ്റ്റർ എങ്ങനെയുള്ള സൂചനകളാണോ കൊടുക്കുന്നത് അതുപോലെയാണ് അവർ ചെയ്യുന്നത്. അതേപോലെ स्वयं ही मास्टर व मार्शल बन जहाँ अपने को स्थित करना चाहो वहाँ कर सके. അതേപോലെ തന്നെ സ്വയം തന്നെ തൻ്റെ ഡ്രിൽ മാസ്റ്റർ അല്ലെങ്കിൽ മാർഷലായിട്ട് എവിടെയാണോ തന്നെ സ്ഥിതി ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ സ്ഥിതി ചെയ്യാൻ കഴിയണം. ഐസെ അപ്പനെ ആപ്കെ ഡ്രിൽ മാസ്റ്റർ ബനെ ഹോ, അങ്ങനെ സ്വയം തന്നെ തൻ്റെ ഡ്രിൽ മാസ്റ്ററായോ. എങ്ങനെ ആഗ്രഹിക്കുന്നു, എവിടെ ആഗ്രഹിക്കുന്നു, എപ്പോഴാഗ്രഹിക്കുന്നു അതിനനുസരിച്ച് തൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ ആക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഐസേ തോ നഹി കി മാസ്റ്റർ കഹേ ഹാൻഡ്സ് ഡൗൺ ഔർ സ്റ്റുഡൻസ് ഹാൻഡ്സ് അപ്പ് കരേ. അപ്പം ബാബ പറയാണ് അങ്ങനെയാകരുത്. മാസ്റ്റർ പറയുകയാണ് ഹാൻഡ്സ് ഡൗൺ, കൈ താക്കാൻ. അപ്പോൾ ഉടനെ സ്റ്റുഡൻസ് ഹാൻഡ്സ് അപ്പ് ചെയ്യരുത്, കൈ ഉയർത്താൻ പാടില്ല എന്ന്. മാർഷൽ കഹെ റൈറ്റ് और സേന കരെ ലെഫ്റ്റ്. അപ്പം മാർഷൽ പറയുകയാണ് റൈറ്റ്, ഉടനെ തന്നെ സ്റ്റുഡൻസ് ചെയ്യുകയാണ് ലെഫ്റ്റ്. എന്ന് പറഞ്ഞാൽ സൈന്യം ലെഫ്റ്റിലേക്ക് തിരിയുകയാണെങ്കിൽ ബാബു പറയുന്നത് ശരിയല്ലല്ലോ. എന്ത് സൂചനയാണോ മാർഷൽ അഥവാ ആത്മീയ റൂഹാനി ഡ്രിൽ മാസ്റ്റർ അല്ലെങ്കിൽ സാധാരണ ഡ്രിൽ മാസ്റ്റർ ചെയ്യുന്നത്, സൂചന തരുന്നത്, അതേപോലെയാണല്ലോ ചെയ്യേണ്ടത് എന്ന് ബാബ പറയുകയാണ്. ഐസേ സൈനികവും വ സ്റ്റുഡൻസ് കോ ക്യാ കിയാ ജാത്താ ഹെ. അങ്ങനെയുള്ള സൈനികരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എന്താണ് ചെയ്യാറുള്ളത്? എങ്ങനെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ സൈനികരെയാണ്? അതായത് മാർഷൽ പറയുകയാണ് ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ സൈനികർ ഉടനെ തന്നെ ഹാൻഡ്സ് ഡൗൺ ആക്കുക, കൈ താഴ്ത്തുക. അല്ലെങ്കിൽ റൈറ്റ് പറയുമ്പോൾ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പോൾ അങ്ങനെയുള്ള സൈനികരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ, വിദ്യാർത്ഥികളെ എന്താണ് സാധാരണ ചെയ്യാറുള്ളത് എന്ന് ബാബ ചോദിക്കുക. എന്താ ചെയ്യാറുള്ളത്? ഡിസ്മിസ്. അവരെ ഡിസ്മിസ് ചെയ്യും. यहाँ भी स्वयं ही डिसमिस हो ही जाते हैं.
ഭവൻ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്മിസ് ഒന്നും ചെയ്യില്ല, സ്വയം തന്നെ ഡിസ്മിസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പനെ അധികാർ സെ, അതായത് തൻ്റെ അധികാരത്തിൽ നിന്നും. प्रैक्टिस ऐसी होनी चाहिए जो एक सेकंड में अपनी स्थिति को जहाँ चाहो वहाँ टिका सको. പ്രാക്ടീസ് അങ്ങനെയാണ് വേണ്ടത്, അതായത് ഒരു സെക്കൻഡിൽ തൻ്റെ സ്ഥിതിയെ എവിടെ ആഗ്രഹിക്കുന്നു അവിടെ സ്ഥിതി ചെയ്യിക്കാൻ കഴിയണം. ക്യോങ്കി അബ് യുദ്ധസ്ഥൽ പർ ഹോ, എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ യുദ്ധസ്ഥലത്തിലാണ് എന്ന് ബാബ പറയുകയാണ്. യുദ്ധസ്ഥൽ पर सेना अगर एक सेकंड में डायरेक्शन को अमल में न लाए तो उनको क्या कहा जाएगा. അപ്പോൾ യുദ്ധസ്ഥലത്ത് സേന ഡയറക്ഷനെ ഒരു സെക്കൻഡിൽ പ്രാക്ടിക്കൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അവരെ എന്താണ് പറയുന്നത്? അപ്പോൾ യുദ്ധസ്ഥലത്ത് എന്ത് ഡയറക്ഷനാണോ കിട്ടുന്നത്, എന്ത് സൂചനയാണോ കിട്ടുന്നത്, അത് ആ സെക്കൻഡിൽ തന്നെ അത് അതേപോലെ തന്നെ ചെയ്തിരിക്കണം, പ്രാക്ടിക്കൽ കൊണ്ടുവരണം. അല്ല എങ്കിൽ ബാബ ചോദിക്കുകയാണ് അവരെ എന്തു പറയും? ഇസ് റൂഹാനി യുദ്ധ पर भी स्थिति को स्थित करने में समय लगाते हैं तो ऐसे सैनिकों को क्या कहे. അപ്പം ഈ ആത്മീയ യുദ്ധത്തിലും തൻ്റെ സ്ഥിതിയെ സ്ഥിതി ചെയ്യിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സൈനികരെ എന്തു പറയും എന്ന് ബാബ ചോദിക്കുകയാണ്. ആജ് ബാബ്ദാദ പുരുഷാർത്ഥി മഹാരഥി ബച്ചോं को देख रहे हैं. ഇന്ന് ബാബ്ദാദ പുരുഷാർത്ഥികൾ അല്ലെങ്കിൽ മഹാരഥികളായിട്ടുള്ള കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. अपने को जो महारथी समझते वो हाथ उठाओ. ബാബ്ദാദ പറയുകയാണ്, ആരാണോ സ്വയം തന്നെ ഞാൻ മഹാരഥിയാണെന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. അവിടെ ഇരുന്ന് കുറച്ച് പേര് കൈ ഉയർത്തി. അപ്പം അത് കണ്ടിട്ട് ബാബ ചോദിക്കുകയാണ്, ജോ മഹാരഥി നഹി ഹേ വഹ അപ്പനെ കോ ക്യാ സമജ്തേ ഹേ. ആരാണോ സ്വയം തന്നെ മഹാരഥിയാണെന്ന് മനസ്സിലാക്കാത്തത് അവർ പിന്നെ തന്നെ എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? അപ്പനെ കോ ഘോഡെ സവാർ സമജ്തേ ഹേ വഹ ഹാത്ത് ഉഠാവേ. ആരാണോ സ്വയം തന്നെ താൻ കുതിരപ്പടയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. ജിനോനെ മഹാരഥിയോ മേ ഹാത്ത് നഹി ഉഠായ ഉനോ സെ ബാബ്ദാദ ഏക് പ്രശ്ന പൂച്ച് രഹേ ഹേ. ആരൊക്കെയാണോ മഹാരഥികളിൽ കൈ ഉയർത്താത്തത് അവരോട് ബാബ്ദാദ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ ഇന്ന് മഹാരഥി അല്ലെങ്കിൽ പുരുഷാർത്ഥി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള പുരുഷാർത്ഥമാണ് കുട്ടികൾ ചെയ്യേണ്ടത്? കാരണം നമ്മൾ യുദ്ധസ്ഥലത്താണ്. അപ്പോൾ യുദ്ധസ്ഥലത്ത് എപ്പോഴും സൈനികർ വളരെ അലർട്ടായിരിക്കും. അവർക്ക് ഏത് ഡയറക്ഷനാണോ കിട്ടുന്നത് ആ ഡയറക്ഷൻ ഒരു സെക്കൻഡിൽ തന്നെ അത് പ്രാക്ടിക്കൽ കൊണ്ടുവരണം. അല്ല എങ്കിൽ അവർക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും, സാധാരണ സൈനികർക്ക് തന്നെ. അപ്പോൾ ബാബ ഇവിടെ പറയുകയാണ്, കുട്ടികൾ ആത്മീയ യുദ്ധസ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളും ആത്മീയ സൈനികരാണ്. അപ്പോൾ സൈനികർക്ക് ബാബ ഏത് ഡയറക്ഷനാണോ തരുന്നത് തൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ സ്ഥിതി ചെയ്യിക്കാൻ വേണ്ടി, അതൊരു സെക്കൻഡിൽ തന്നെ അവസ്ഥയിലേക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബാബ ചോദിക്കണം അവരെ എന്തു പറയും. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, ഈ ആത്മീയ സൈന്യത്തിൽ ആരൊക്കെയാണോ സ്വയം തന്നെ മഹാരഥിയാണെന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തും. അപ്പോൾ വളരെ കുറച്ച് പേരെ ഉയർത്തിയുള്ളൂ. അപ്പോൾ ബാബ അത് കണ്ടിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ബാക്കിയുള്ളവർ സ്വയം തന്നെ എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? കുതിരപ്പടയായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ നിങ്ങൾ കൈ ഉയർത്തു എന്ന് ബാബ പറയുകയാണ്. അപ്പനേക്കോ ബാബ്ദാദാക്ക വാരിസ് സമജ്തേ ഹോ. അപ്പോൾ ആരൊക്കെയാണോ മഹാരഥികളിൽ കൈ ഉയർത്താഞ്ഞത് അവരോട് ബാബ ഈ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ സ്വയം ബാബ്ദാദയുടെ അവകാശി കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന്. जो अपने को घोड़े सवार समझते हैं वह अपने को वारिस समझते हैं.
ആരാണോ സ്വയം തന്നെ കുതിരപ്പടയാണെന്ന് മനസ്സിലാക്കുന്നത് അവർ വാരിസാണ്, അവകാശിയാണ് ഞാൻ, അധികാരിയാണ് ഞാൻ ബാബയുടെ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? വാരിസ് കാ പൂർണ്ണ അധികാർ ലേനാ ഹേ വാ നഹി? അവകാശിയുടെ പൂർണ്ണ അധികാരം എടുക്കണോ അതോ വേണ്ടയോ? ജബ് ലക്ഷ്യ പൂരാ വർഷ ലേനെ കാ ഹേ തോ ഘോഡെ സവാർ ക്യോം? അപ്പോൾ ലക്ഷ്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സമ്പത്ത് എടുക്കണം എന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കുതിരപ്പടയായിട്ട് തന്നെ നിൽക്കുന്നത്? രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഫസ്റ്റിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? കാരണം കുട്ടികളെല്ലാവരും ബാബയുടെ അവകാശികളാണ്, അധികാരികളാണ്. അപ്പോൾ അധികാരം എടുക്കുന്ന കാര്യത്തിൽ നമ്പർ 1 ആകുകയല്ലേ വേണ്ടത് എന്ന് ബാബ ചോദിക്കുകയാണ്. അഗർ ഘോഡെ സവാർ ഹേ तो मालूम है नंबर कहाँ जाएगा? അഥവാ ഇനി കുതിരപ്പടയാണ് എങ്കിൽ അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ എങ്ങോട്ട് പോകുമെന്ന്? സെക്കൻഡ് ഗ്രേഡ് വാലെ കഹാ ആയെങ്കിൽ ഇത്തനി പരവരിഷ് ലേനെ കെ ബാദ് ഭി സെക്കൻഡ് ഗ്രേഡ്? ബാബ ചോദിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ഘോഡെ സവാർ, അതായത് കുതിരപ്പടയായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അർത്ഥം സെക്കൻഡ് ഗ്രേഡ് എന്നാണല്ലോ. അപ്പോൾ സെക്കൻഡ് ഗ്രേഡിലുള്ളവർ എങ്ങോട്ട് പോകും, എവിടെ പോകും? ഇത്രയും പാലനം എടുത്തതിന് ശേഷവും സെക്കൻഡ് ഗ്രേഡ് എന്ന് ബാബ അതിശയത്തോടെ ചോദിക്കുകയാണ്. അതായത് സാകാരത്തിൽ ബാബയുള്ളപ്പോഴും അവ്യക്തത്തിൽ ഇപ്പോഴും പാലനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനമാണ്. ഖാദ് പടി ഹേ കോയി കാം കി നഹി ഹേ. അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് ആത്മാവിൽ. ബാബ പറയുകയാണ് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാതായി തീർന്നു ആത്മാവിന്. വഹ ആത്മാ പവിത്ര ഹേ തോ ബഹുത് വാല്യൂ ഹേ. അവിടെ സത്യയുഗത്തിൽ ആത്മാവ് വളരെ പവിത്രമാണ്, അതുകൊണ്ട് വളരെ വാല്യൂ ഉണ്ട്. അഭി 9 कैरेट बन गई तो कोई वैल्यू नहीं है, इसलिए बाप कहते हैं आत्मा को पवित्र बनाओ तो फिर शरीर भी पवित्र मिलेगा. ഇപ്പോൾ ആത്മാവിൻ്റെ വാല്യൂ വെറും 9 ക്യാരറ്റായി കഴിഞ്ഞു എന്ന് ബാബ പറയുകയാണ്. അതുകൊണ്ടാണ് വാല്യൂ ഇല്ലാത്തത്. അപ്പം ബാബ പറയുകയാണ് കുട്ടികളോട്, ഇപ്പോഴാത്മാവിനെ പവിത്രമാക്കുകയാണെങ്കിൽ ശരീരവും പവിത്രമായിട്ടുള്ളത് കിട്ടും. ഏഹ് ജ്ഞാൻ അവർ കോയി ദേന സഖേ. ഈ ജ്ഞാനം വേറെ ആർക്കും തരാൻ കഴിയുകയില്ല. ബാപ്പ് ഹി കേത്തെ ഹേ മാമേക്കം യാദ് കരൂ കൃഷ്ണ കൈസേ കഹേങ്കെ. അപ്പോൾ ബാബയും പറയുകയാണ് എന്നെ മാത്രം ഓർക്കൂ. കൃഷ്ണൻ എങ്ങനെ ഇത് പറയും? വഹുത്തോ ദേഹധാരി ഹേന, കാരണം കൃഷ്ണൻ ദേഹധാരിയാണല്ലോ. ബാപ്പ് കേത്തെ ഹേ അപ്പനെ കോ ആത്മാ സമേച്ച് മുച്ച് ബാപ്പ് കോ യാദ് കരൂ. അപ്പം ബാബ പറയുകയാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനാകുന്ന എന്നെ ഓർക്കൂ. കോയി ദേഹധാരി കോ യാദ് ന കരൂ. ഒരു ദേഹധാരിയെയും ഓർക്കരുത്. അഭി തും സമജ്തേ ഹോ തോ ഫിർ സംജാനാ ഹേ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പിന്നെ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശിവ് ബാബ ഹേ നിരാകാർ, ഉൻകാ അലൗകിക് ജന്മ ഹേ. ശിവ് ബാബ നിരാകാരനാണ്, ബാബയുടെ ജന്മം അലൗകികമാണ്. തും ബച്ചോം കോ ഭി അലൗകിക് ജന്മ ദേത്തെ ഹേ. കുട്ടികളാകുന്ന നിങ്ങൾക്കും അലൗകിക ജന്മം തരികയാണ്. അലൗകിക് ബാപ്പ് അലൗകിക് ബച്ചെ. അലൗകികമായ ബാബയും അലൗകികമായ മക്കളും. ലൗകിക്, പാരലൗകിക് और अलौकिक कहा जाता है. ലൗകികം, പാരലൗകികം, പിന്നെ അലൗകികം എന്നാണ് പറയുന്നത്. തും ബച്ചോങ്കോ അലൗകിക ജന്മ മിൽത്താ ഹെ. കുട്ടികളാകുന്ന നിങ്ങൾക്ക് അലൗകിക ജന്മമാണ് കിട്ടുന്നത്. ബാപ്പ് തുംകോ അഡോപ്റ്റ് കർ വർഷാ ദേത്തെ ഹെ. ബാബ നിങ്ങളെ അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്പത്ത് തരികയാണ്. തും ജാൻതേ ഹോ ഹം ബ്രാഹ്മണോ കാ ഭി അലൗകിക് ജന്മ ഹെ. അപ്പം നിങ്ങൾ അറിയുന്നുണ്ട് ബ്രാഹ്മണരാകുന്ന നമ്മുടെ അലൗകിക ജന്മമാണ്. അലൗകിക് ബാപ് സെ അലൗകിക് വർഷ മിൽത്താ ഹെ. അലൗകിക അച്ഛനിൽ നിന്നും അലൗകിക സമ്പത്ത് കിട്ടുകയാണ്. ബ്രഹ്മ കുമാർ കുമാരിയാം ബിഗർ അവർ കോയി സ്വർഗ കാ മാലിക് ബൻ ന സകെ. ബ്രഹ്മ കുമാർ കുമാരിമാരല്ലാതെ വേറെ ആരും തന്നെ സ്വർഗത്തിൻ്റെ അധികാരിയാകാൻ കഴിയുകയില്ല. മനുഷ്യ കുച്ച് ഭി സമജ്തേ നഹി. മനുഷ്യരൊന്നും മനസ്സിലാക്കുന്നില്ല. തുംകോ ബാപ്പ് കിത്തന സംജാത്തേ ഹെ.
നിങ്ങളെ ബാബ എത്രയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്ക്? ആത്മാ ജോ അപവിത്ര ബനി ഹേ വോ സിവായി യാദ് കെ പവിത്ര ബൻ നഹീ സക്തി. ആത്മാക്കൾ ഏതാണോ അപവിത്രമായത് അത് ബാബയുടെ ഓർമ്മയില്ലാതെ പവിത്രമാകാനേ കഴിയുകയില്ല. യാദ് മേ നഹി രഹേങ്കി തോ ഖാദ് രഹ് ജായെങ്കി. ബാബയുടെ ഓർമ്മയിലല്ല ഇരിക്കുന്നത് എങ്കിൽ മായ അവശേഷിക്കും, അല്ലെങ്കിൽ അഴുക്ക് അവശേഷിക്കും. പവിത്ര ബൻ നഹി സകേങ്കെ ഫിർ സജായം ഖാനി പടേങ്കി. പവിത്രമാകാൻ കഴിയുകയില്ല, പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സാരി ദുനിയാക്കി മനുഷ്യ ആത്മാവും കോ പവിത്ര ബൻ വാപ്പസ് ജാനാ ഹെ. മുഴുവൻ ലോകത്തുള്ള മനുഷ്യ ആത്മാക്കൾക്കും പവിത്രമായിട്ട് തിരികെ പോകണം. ശരീർ തോ നഹി അഭി തക് ഭി ഐസാ പുരുഷാർത്ഥ കർന ബച്ചോं के സമാൻ ലായക് നഹി ദിഖായി പടുത്ത ഹെ. ഇപ്പോൾ വരെയും അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുക കുട്ടികളുടെ സമാനത്തിന് അത് യോജിച്ചതായി കാണുന്നില്ല എന്ന് ബാബ പറയണം. നിങ്ങളുടെ യോഗ്യതയ്ക്ക് നല്ലതല്ല. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ഒരു സമാനം ഉണ്ടല്ലോ, ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ, അതിന് യോജിച്ചതല്ല നിങ്ങളുടെ പുരുഷാർത്ഥം ഇപ്പോൾ വരെയും ഈ രീതിയിലുള്ളത്. ഇസ്ലിയെ ഫിർ ഭി ബാപ്ദാദ കേത്തെ ഹേ കി ബീത്തി സോ ബീത്തി കരോ. അതുകൊണ്ട് പിന്നെയും ബാപ്ദാദ പറയുന്ന ഇതാണ്, കഴിഞ്ഞതിനെ കഴിഞ്ഞതായി കാണൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്ത് ഈ സമയം വരെ കഴിഞ്ഞോ അത് കഴിഞ്ഞു പോയി. അബ് സെ അപ്പനേക്കോ ബദലോ. ഇപ്പോൾ മുതൽ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തു. മഹാരഥി ബന്നേലിയെ സിർഫ് ദോ ബാത്തേ യാദ് രഖോ. മഹാരഥികളാകുന്നതിന് വേണ്ടി 2 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കൂ. കോൻസി? അതേതാണ് 2 കാര്യങ്ങൾ? एक तो अपने को सदैव साथी के साथ रखो. അതായത് ഒന്ന് സ്വയം തന്നെ എപ്പോഴും ബാബയുടെ കൂടെ തന്നെ വെക്കണമെന്ന്. സാത്തി കെ സാത്ത്. ബാബ നമ്മുടെ സാത്തിയാണ്, നമ്മളെപ്പോഴും ബാബയുടെ കൂടെ തന്നെ ആയിരിക്കണം. സാത്തി ഔർ സാരഥി വഹ് ഹെ മഹാരഥി. അപ്പോൾ ഒന്ന് സാത്തി, ബാബയെ എപ്പോഴും കൂടെ വയ്ക്കണം. പിന്നെ അടുത്തത് സാരഥിയാണ് ഞാനെന്നുള്ള ഓർമ്മ വേണം. അതാണ് ബാബു പറയുന്നത്, സാത്തി സാരഥി അവരാണ് മഹാരഥി. പുരുഷാർത്ഥമേ കംജോരിക്ക് 2 കാരൻ. പുരുഷാർത്ഥത്തിൽ വീക്കാകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ബാപ് കെ സ്നേഹി ബനേഹു ലേക്കിൻ ബാപ് കോ സാത്തി നഹി ബനായാ ഹെ. ബാബയുടെ സ്നേഹികളായിട്ടുണ്ട് കുട്ടികൾ, പക്ഷേ ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കിയിട്ടില്ല. സദാ സർവദാ ബാബയെ തൻ്റെ കൂടെ കാണുന്നില്ല. അതാണ് പുരുഷാർത്ഥത്തിൻ്റെ വീക്ക്നെസ്സിന് കാരണം എന്ന് ബാബ പറയുകയാണ്. അഗർ ബാപ്ദാദാ കോ സദൈവ് സാത്തി ബനാവോ തോ ജഹാം ബാപ്ദാദാ സാത്ത് ഹെ വഹ മായ ദൂർ സെ മൂർച്ഛിത് ഹോ ജാത്തി ഹെ. അഥവാ ബാപ്ദാദയെ സദാ തൻ്റെ കൂട്ടുകാരനാക്കുകയാണെങ്കിൽ എവിടെ ബാപ്ദാദ കൂടെയുണ്ടോ അവിടെ മായ ദൂരെ നിന്ന് തന്നെ അബോധത്തിലേക്ക് വരും. അപ്പം ബാബു പറയാണ്, ബാപ്ദാദയെ സദാ കൂടെ വയ്ക്കുകയാണെങ്കിൽ, തൻ്റെ കൂട്ടുകാരനാക്കുകയാണെങ്കിൽ എവിടെയാണോ ബാപ്ദാദ കൂടെയുള്ളത് അവിടെ മായ ദൂരെ നിന്ന് തന്നെ അബോധത്തിലേക്ക് വരും. बाप दादा को अल्प समय के लिए साथी बनाते हैं, इसलिए शक्ति भी इतनी प्राप्ति नहीं होती है. അപ്പം ബാബു പറയാണ്, ബാബയെ കുറച്ച് സമയത്തേക്ക് മാത്രമേ തൻ്റെ സാത്തിയാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ശക്തിയും അത്രയും പ്രാപ്തമാകുന്നുള്ളൂ. കുറച്ച് സമയത്തേക്ക് ബാബയെ കൂടെ വയ്ക്കുന്നത് കൊണ്ട്, കൂട്ടുകാരനാക്കുന്നത് കൊണ്ട് അത്രയും സമയം ശക്തിയുടെ അനുഭവം ചെയ്യുമെന്ന്. സദൈവ് ബാപ്ദാദാ സാത്ത് ഹോ तो सदैव बाप दादा से मिलन मनाने में मगन हो. എപ്പോഴും ബാപ്ദാദ കൂടെ ഉണ്ട് എങ്കിൽ ബാപ്ദാദയുമായി മിലനം ആഘോഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മഗ്നരായിരിക്കും, അതിൽ ലയിച്ചിരിക്കും, അതിൽ മുഴുകിയിരിക്കും. സദാ ബാബയെ കൂടെ വയ്ക്കുകയാണെങ്കിൽ. അതാണ് ബാബ പറയുന്നത്. और जो मगन होता है उसकी लगन और कोई तरफ लग न सके.
ആരാണോ ബാബയിൽ തന്നെ അങ്ങനെ മഗ്നമായിരിക്കുന്നത്, മുഴുകിയിരിക്കുന്നത്, അവരുടെ ആ താല്പര്യം അഥവാ സ്നേഹം വേറെ ഒരു ഭാഗത്തേക്കും പോകാനും കഴിയുകയില്ല. ബാബയിലേക്ക് മാത്രം തൻ്റെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ളവർക്ക്, അഭ്യാസമുള്ളവരുടെ ബുദ്ധിയോ മനസ്സോ വേറെ ഒരു ഭാഗത്തേക്കും പോവുകയില്ല എന്ന് ബാബ പറയുകയാണ്. शुरू में बाप से बच्चों का क्या वायदा हुआ? അപ്പോൾ ബാബയജ്ഞത്തിൻ്റെ തുടക്കത്തിലുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 37 ബാബയുടെ അടുത്ത് കുട്ടികൾ എന്ത് പ്രതിജ്ഞയാണ് ചെയ്തിരുന്നത്? തുമീ സേ കാവും, തുമീ സേ ബൈഠു, തുമീ സേ റൂഹു കോ റിഞ്ചാവും. നിന്നോടൊപ്പം തന്നെ ഇരിക്കും, നിന്നോടൊപ്പം തന്നെ കഴിക്കും, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് നിന്നോടൊപ്പം തന്നെയായിരിക്കും. ഇതായിരുന്നു തുടക്കത്തിലെ കുട്ടികൾ ബാബയുടെ അടുത്ത് ചെയ്ത പ്രതിജ്ഞ. യഹ് അപ്പന വായത ഭൂൽ ജാത്തെ ഹോ? ബാബ ചോദിക്കും, ഈ പ്രതിജ്ഞ നിങ്ങൾ ബാബയുടെ അടുത്ത് ചെയ്തത് മറന്നു പോവുകയാണ്. അഗർ സാരേ ദിനചര്യ മേ ഹർ കാര്യ ബാപ് കെ സാത്ത് കരോ തോ ക്യാ മായ ഡിസ്റ്റർബ് കർ സക്തി ഹെ? അപ്പം ബാബ ചോദിക്കുകയാണ്, മുഴുവൻ ദിനചര്യയിലും ഓരോ കാര്യത്തിലും ബാബയെ കൂടെ വയ്ക്കുകയാണെങ്കിൽ എന്ത് മായ ഡിസ്റ്റർബ് ചെയ്യുമെന്നോ? ദിനചര്യയിൽ എപ്പോഴും ബാബയെ കൂടെ വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും മായ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ബാബ ഉറപ്പു തരികയാണ്. ബാപ് കെ സാത്ത് ഹോങ്കി തോ മായ ഡിസ്റ്റർബ് നഹി കരേങ്കി. ബാബയോടൊപ്പമാണ് എങ്കിൽ മായ ഡിസ്റ്റർബ് ചെയ്യുകയില്ല. മായ കാ ഡിസ്ട്രക്ഷൻ ഹോ ജായേഗ. മായയുടെ നാശം ഉണ്ടാകും എന്ന് ബാബ പറയുകയാണ്. ബാപ് കെ സാത്ത് ഹോങ്കെ തോ മായ ഡിസ്റ്റർബ് നഹി കരേങ്കി, മായ കാ ഡിസ്ട്രക്ഷൻ ഹോ ജായേഗ. തോ ഭലെ ബാപ് കെ സ്നേഹി ബനെ ഹോ ലേക്കിൻ സാത്തി നഹി ബനായ ഹെ. അപ്പം ബാബ പറയുക, നിങ്ങൾ ബാബയുടെ സ്നേഹികളായി, എന്നാൽ ബാബയെ തൻ്റെ സാത്തിയാക്കിയിട്ടില്ല, ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കിയിട്ടില്ല. ഹാത്ത് പക്കടാ ഹെ സാത്ത് നഹി ലിയാ ഹെ. ബാബയുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ബാബയുടെ കൂടെ ഇല്ല എന്ന്. ഇസ്ലിയെ മായ ദ്വാര ഘാത് ഹോത്ത ഹെ. അതുകൊണ്ടാണ് മായയിലൂടെ മുറിവേൽക്കുന്നത്. ഗലത്തിയോം കാ കാരൺ ഹെ ഗഫലത്ത്. തെറ്റുകളുടെ കാരണം അശ്രദ്ധയാണ്. ഗഫലത്ത് ഗലത്തിയം കരാത്തി ഹെ. അശ്രദ്ധയാണ് തെറ്റുകൾ ചെയ്യിക്കുന്നത്. അപ്പോൾ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നമ്മുടെ മുഴുവൻ ദിനചര്യയിലും ബാബയെ കൂടെ വയ്ക്കുകയാണെങ്കിൽ മായ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയില്ല, മായയുടെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും എന്നാണ് ബാബ പറയുന്നത്. ബാബയുടെ കൈക്ക് പിടിച്ച് ബാബയോടൊപ്പം തന്നെ സദാ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മായയുടെ മുറിവേൽക്കുകയില്ല. ഇപ്പോൾ നമുക്ക് മായയിൽ നിന്ന് മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. തെറ്റുകൾ വരുന്നതിൻ്റെ കാരണം അശ്രദ്ധയാണ്. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ആത്മീയ ഡ്രിൽ അഭ്യസിക്കുന്നവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും എവിടെയാണോ നമ്മൾ സ്ഥിതി ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ എത്ര സമയമാണോ ആഗ്രഹിക്കുന്നത്, ഏത് സ്ഥിതിയിലാണോ സ്ഥിതി ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിക്കാനുള്ള കഴിവ് വേണം. അതാണ് ബാബ സാധാരണ സൈനികരുടെ അടുത്തും മാർഷൽ അല്ലെങ്കിൽ ഡ്രിൽ മാസ്റ്റർ എന്ത് ഡയറക്ഷനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നില്ല എങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്യുക പതിവാണ്. അപ്പം അതേപോലെ തന്നെ ഇവിടെയും ആത്മീയ സൈന്യത്തിലും കുട്ടികൾ തൻ്റെ പുരുഷാർത്ഥത്തിൽ തീവ്രമായി മുന്നോട്ട് വന്ന് മഹാരഥിയാകുകയാണ് വേണ്ടത്. കാരണം ബാബയിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും പാലനം കിട്ടിയിട്ടുണ്ട്. ആ പാലനം എടുത്തുകൊണ്ടും നിങ്ങൾ സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ശോഭനീയമല്ല. മഹാരഥിയുടെ ലിസ്റ്റിലേക്കാണ് കുട്ടികൾ വരേണ്ടത്. അതാണ് ബാബ ഈ മുരളിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ബാബയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമുക്ക് ശരിയായ രീതിയിൽ ഏകാഗ്രമാക്കി ബാബയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാം. അങ്ങനെയുള്ള ശുഭസങ്കല്പത്തോടെ
നമുക്ക് ഈ മുരളി ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഇപ്പോഴിവിടെ നിർത്തുകയാണ്. ഓം ശാന്തി.